സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന പോസ്റ്റാണിത്. അതേപോലെ ഇതിൻ്റെ വീഡിയോ വേറെയുണ്ട്. ഇത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടാണിത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, ഇതിലിവർ പറയുന്നത് മലപ്പുറത്ത് UDF വിജയിച്ച് അതിൻ്റെ ഫലമായിട്ട് അമ്പലത്തിൽ ഇനി മുതൽ പാട്ടിടർന്നെന്ന് പറഞ്ഞെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇത് കേരളത്തിലും അതേപോലെ ഇന്ത്യയിലുടനീളം ഇവരിത് പ്രചരിപ്പിക്കും. ജനൻ TV ആണ് ഇത് പുറത്തു വിട്ടിന്. ഇങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി നാടിനെ തമ്മിലടുപ്പിക്കലാണ് ഈ കള്ള പന്നികളെ പണി. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. മലപ്പുറത്ത് ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്നതിനെതിരെ UDF എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ മലപ്പുറം എടവണ്ണ കൊളപ്പാട് വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയും പ്രദേശത്തെ UDF നേതൃത്വവും രംഗത്ത്. അമ്പലത്തിൽ ഉച്ചഭാഷണിയിൽ പാട്ട് വയ്ക്കുന്നതിനെതിരെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരി എന്ന വ്യക്തി നൽകിയ പരാതിയും ഇതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ മുദ്രാവാക്യം വിളിയിലേക്ക് എത്തിയത്. മുദ്രാവാക്യം വിളിച്ചവരിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗുകാരോ ഇല്ലെന്നും ക്ഷേത്രത്തിൽ പാട്ട് വെക്കരുത് എന്നല്ല മുദ്രാവാക്യത്തിൽ പറഞ്ഞതെന്നുമാണ് വ്യക്തമാകുമ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിന് കൂടിയാണ് ഇവിടെ അവസാനമാകുന്നത്. അമ്പലത്തിൽ വേണ്ടട്ടോ നാട്ടുകാർക്ക് ശല്യമുള്ള പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ. മലപ്പുറത്ത് ഹൈന്ദവ ക്ഷേത്രത്തിൽ പാട്ടുവെക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഞങ്ങൾ എടവണ്ണയിലെത്തി. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഈ സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കമ്മിറ്റിയും പരിസരവാസിയായ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരിയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ പാട്ടുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയൻ നമ്പൂതിരി കമ്മിറ്റിക്കെതിരെ പോലീസിലും മറ്റും പരാതി നൽകിയിരുന്നു. ചില പ്രശ്നങ്ങൾ കോടതി വരെയും എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറെ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അത് ക്ഷേത്ര സമിതി മുഴുവൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു. എടവണ്ണ പോലീസ് DGP വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു. അപ്പം പരാതി കൊടുക്കുമ്പം ഇവർ കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതി. ഇന്ത്യയിൽ നടന്ന എല്ലാ കലാപങ്ങളും ഇവരിങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയാണ്ട് കലാപമുണ്ടാക്കലാണ്. ഈ കള്ള നായ്ക്കളുണ്ടല്ലേ, ഈ രാജ്യത്ത് നിന്ന് എന്ന് നാട് കടത്തണോ അന്നേ ഈ രാജ്യം നന്നാവുള്ളൂ. മലപ്പുറത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തോളോട് തോൾ ചേർന്ന് നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന നാടാണ്. ഈ മലപ്പുറത്തെ അവഹേളിക്കാൻ കുറേ കാലമായി പലരും ശ്രമിക്കണം. ഈ വള്ളപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ നാറി മലപ്പുറത്ത് ഇപ്പോഴും വർഗീയമായിട്ട് ചിത്രീകരിക്കുന്ന ആളാണ്. അവനെല്ലാം താങ്ങി നടന്നാൽ ആ പാർട്ടിക്കാരെ തോൽപ്പിക്കും ജനങ്ങൾ. അത്രയ്ക്ക് വർഗീയവാദിയാണ് അവൻ. അവന് ഗുരുദേവൻ്റെ SNDPൻ്റെ പ്രസിഡൻ്റായി ഇരുന്നുങ്ങാണ്ട് കള്ള് കച്ചവടമായിട്ട് നടക്കണ ആ നാറിനെല്ലാം എന്നോ കേസെടുക്കണം. അവനെല്ലാം അവനെ പോലെയുള്ള നാറികളാണ് ജയിലിലടക്കണ്ടേ. ജയിലിലടിച്ചിട്ടില്ലെങ്കിൽ ഇനിയും തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ ഫലങ്ങൾ കാണും. അന്നേരം ഇതേപോലുള്ള വർഗീയവാദികളെ ഏത് മതക്കാരായാലും അവരെ അറസ്റ്റ് ചെയ്യണം. അവന് അതേപോലെ ശശികല ഇവരെല്ലാം ഈ വർഗീയത ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇവരിത് ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ ഒന്നും അറിയാത്ത ആൾക്കാർ വിചാരിക്കും ഇത് സത്യമാവില്ലേ. മലപ്പുറത്ത് വന്നാൽ അറിയാം മലപ്പുറത്തിൻ്റെ മഹത്വം. എത്രയോ ഓഫീസർമാർ വേറെ ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് ജോലിയെടുത്തിട്ട് റിട്ടയർഡായിട്ടും ഇവിടെ സ്ഥിരതാമസമാക്കിയ എത്രയോ ആൾക്കാരുണ്ട്. അതേപോലൊരു കാര്യം പറയാനുള്ളത്, പഞ്ചാബിൽ ബാലറ്റ് പേപ്പറിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇന്ന് റിസൾട്ട് വന്നിന്.
ആം ആദ്മി പാർട്ടി തൂത്തുവാരിനവിടെ. BJP ഇല്ല, ചിത്രത്തിലേ ഇല്ല. ഇന്ത്യയിൽ ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടന്നാൽ BJP തോൽക്കും, അത് തീർച്ചയാണ്. അതേപോലെ ഇന്ത്യയുടെ ജനാധിപത്യം കഴിഞ്ഞു മക്കളെ. 2014 വരെ ഇന്ത്യൻ ജനാധിപത്യം ഉണ്ടായിട്ടുള്ളൂ. 2014 മുതൽ ഇവിടെ കമ്പനി ഭരണം നടക്കണേ. 4 ഗുജറാത്തികളാണ് ഇവിടെ ഭരിക്കണേ. എല്ലാ സ്ഥാപനങ്ങളും ഇന്ത്യയെ മൊത്തത്തിൽ അദാനിക്കും അംബാനിക്കും വിറ്റ് തുലക്കാണ് വരും. മോഡിയും അമിട്ടും പല പല ബില്ലുകൾ ഇവർ പാസ്സാക്കണ്. പ്രതിപക്ഷത്തെ പോലും അറിയിക്കാതെ പല ബില്ലുകളും ഇവർ പാസ്സാക്കണം. അതേപോലെ ഇപ്പോൾ ഇന്നലെ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിൻ്റെ പേര് മാറ്റാണ് ഇവരിപ്പോൾ ഈ 10 വർഷം കൊണ്ട് ആകെ ചെയ്തത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും പേര് മാറ്റിങ്ങാണ്ട് അതേപോലെ ചെയ്യൽ. എന്നിട്ട് ഇനി വരുന്ന തലമുറ വിചാരിക്കും അത് ഇവർ കൊടുന്നതാണെന്ന്. അതിനുള്ള വഴിയാണ് ഇവർ ചെയ്യണത്. എല്ലാറ്റിൻ്റെയും പേര് മാറ്റി. തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ പേര് മാറ്റി. ഗ്യാസ് നേരിട്ട് കൊടുക്കണ പദ്ധതി അതിൻ്റെ പേര് മാറ്റി. അടിസ്ഥാന സേവിങ് അക്കൗണ്ട് അതിൻ്റെ പേര് മാറ്റി. അങ്ങനെ എല്ലാ പദ്ധതിൻ്റെയും പേര് മാറ്റലാണ് ഇവരുടെ പരിപാടി. അതേപോലെ ഇന്ത്യനെ ഈ അദാനിക്കും അംബാനിക്കും വിൽക്കലും. ഇതിൻ്റെ ഫലമായിട്ട് വിദേശത്തുള്ള ഒരു കമ്പനി ഇവിടെ വന്ന് ബിസിനസ് നടത്തിയാലേ നമുക്കെന്തെങ്കിലും ടാക്സ് ഇതെല്ലാം കയറല്ലേ. വിദേശത്തുള്ള ഒരു കമ്പനിയെ പോലും ഇങ്ങോട്ട് കടത്തണില്ല. ഇത് അദാനിക്കും അംബാനിക്കും മാത്രം. രൂപയുടെ മൂല്യം ഡോളറിന് 91 രൂപയായി. 56 രൂപ ഉള്ള കാലത്ത് എന്തായിരുന്നു വരെ സമരം. ഇപ്പോൾ 91 രൂപയിലെത്തി. പാകിസ്ഥാനേക്കാളും താഴോട്ടാണ് ഇന്ത്യ പോണേ. എന്നിട്ട് ഇല്ലാത്ത GDP കണക്ക് കാണിച്ചുങ്ങാണ്ട് ഇന്ത്യ മേലേക്കെത്തി എന്ന് പറഞ്ഞാണ് കണക്ക് കാണിക്കൽ. ഇത് എങ്ങോട്ടാണ് നമ്മളെ രാജ്യം പോണേ? നമ്മുടെ രാജ്യത്തെ വരി നശിപ്പിക്കും ഈ കാട്ടുകള്ളന്മാർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.